യോഗസൗഖ്യം. ഇന്നീ പരിപാടിയിൽ ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ യോഗ, ഇതേക്കുറിച്ച് ഡോക്ടർ ബിജു ജി സംസാരിക്കുന്നു. നമ്മുടെ രാജ്യം വർഷങ്ങളോളം വിദേശ ശക്തികളുടെ അടിമത്തത്തിൽ ആയിരുന്നു. അതിൽ നിന്ന് മോചനം നേടി ലോകശക്തിയായി നാം വളരുന്നു. അതിൽ നമുക്ക് അഭിമാനിക്കാം. പക്ഷേ നമ്മുടെ സമൂഹം ഇന്ന് മറ്റൊരു അടിമത്തത്തിലേക്ക് നയിക്കപ്പെടുന്നു. മറ്റൊന്നുമല്ലാതെ ലഹരിയുടെ അടിമത്തമാണ്. എന്താണ് ഇതിന് കാരണമെന്ന് നാം തിരക്കുമ്പോൾ നിരവധി ഉത്തരങ്ങൾ ലഭിക്കും. ഏറ്റവും അപകടകരമായ സാഹചര്യം കൗമാരക്കാർ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഈ കെണിയിൽ പെടുന്നു എന്നുള്ളതാണ്. ഇതിനെതിരെ സമൂഹം ഉണർന്ന് പ്രവർത്തിക്കുക തന്നെ വേണം. കൊലപാതകങ്ങൾ, അപകടങ്ങൾ എന്നിവ ഇതിൻ്റെ പരിണിത ഫലങ്ങളാണ്. ഇതിന് ഒരു പരിഹാരം യോഗയിലൂടെ നിർദ്ദേശിക്കുന്നു. വിവേകാനന്ദൻ്റെ പ്രശസ്തമായ വാചകം നമുക്കറിയാം, ഗിവ് മീ 100 enthusiastic and energetic youth and I will transform India. ഇവിടെയാണ് നമ്മുടെ തലമുറയുടെ ഊർജം വഴിമാറിപ്പോകാതെ രാജ്യനന്മയ്ക്കായി ഉപയോഗിക്കുവാൻ നാം ചിന്തിക്കേണ്ടതിൻ്റെ കാലിക പ്രസക്തി വർദ്ധിക്കുന്നത്. ഇവിടെ യോഗയുടെ അടിസ്ഥാന തത്വങ്ങളായ ശരിയായ ഭക്ഷണം, ശരിയായ വ്യായാമം, ശരിയായ ശ്വസനം, ശരിയായ വിശ്രമം, ശരിയായ മനോഭാവം എന്നീ തത്വങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇത്തരം വിഷയങ്ങൾ നാം ചിന്തിക്കാവുന്നതാണ്. നല്ല ഭക്ഷണത്തിലൂടെ നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകുമെന്ന് നമുക്കറിയാം. യോഗയുടെ അടിസ്ഥാന തത്വത്തിൽപ്പെട്ട അന്നമയകോശം, അതായത് ഫിസിക്കൽ ബോഡി ശക്തിപ്പെടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ തുടർകോശങ്ങളായ പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം എന്നിവ ശക്തിപ്പെടുകയുള്ളൂ. ഇവിടെ നാം ചിന്തിക്കുന്നത് MDMA പോലുള്ള മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തെ, പ്രത്യേകിച്ച് കുട്ടികളെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളതാണ്. അതിനായി ആദ്യം ചെയ്യേണ്ടത് നല്ല ആരോഗ്യമുള്ള ഭക്ഷണശീലം ഉണ്ടാക്കണം. കൃത്രിമ രാസവസ്തുക്കൾ കൊണ്ട് രുചി കൂട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കാൻ നാം ശ്രദ്ധിക്കണം. രുചിയുടെ പുറകെ സഞ്ചരിച്ച് നാം അറിയാതെ മയക്കുമരുന്നിൻ മാഫിയയുടെ കെണിയിൽപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ യോഗ ജീവനത്തിൻ്റെ ഭാഗമായ സ്വാസ്ഥ്യ ഭക്ഷണശീലങ്ങൾ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ശീലിക്കണം. മലയാളിയുടെ ഭക്ഷണ സംസ്കാരം ആകെ മാറിക്കൊണ്ടിരിക്കുന്നു. വീട്ടിലെ ജോലി എളുപ്പമാക്കാൻ നാം പലപ്പോഴും ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് മാറുന്നു. നാടൻ ഭക്ഷണരീതി തിരിച്ചു കൊണ്ടുവരണം. കൗമാരക്കാരെ സംബന്ധിച്ച് യോഗയോട് വലിയ താല്പര്യം കാണിക്കാൻ സാധ്യതയില്ല. അങ്ങനെ താല്പര്യക്കുറവുള്ള വിദ്യാർത്ഥികളെ അവർക്കിഷ്ടമുള്ള കളികളിലൂടെ, പാട്ടിലൂടെയൊക്കെ സാവധാനം യോഗയിലേക്ക് എത്തിക്കുക. തുടർന്ന് ലളിതമായ ആസനങ്ങളും സൂര്യനമസ്കാരമൊക്കെ പരിശീലിപ്പിച്ച് പതുക്കെ പ്രാണായാമത്തിലേക്ക് കൊണ്ടെത്തിക്കേണ്ടതുണ്ട്. യോഗസൂത്രം തുടങ്ങുന്നത് തന്നെ ചിത്തവൃത്തി നിരോധക എന്നാണ്. അതായത് മനസ്സിൻ്റെ വൃത്തികളെ നിയന്ത്രിക്കലാണ് യോഗ. മയക്കുമരുന്നിൻ്റെ ഉപയോഗം മനസ്സിൻ്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലളിതമായ പ്രാണായാമങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കേണ്ടതുണ്ട്. എപ്രകാരമാണ് കുട്ടികളെ പ്രാണായാമത്തിലൂടെ ഈ മഹാവിപത്തിൽ നിന്നും രക്ഷിക്കാം എന്ന് നോക്കാം. പ്രാണായാമം എന്നത് ശ്വസന നിയന്ത്രണമാണ്. ബോധപൂർവം ശ്വാസത്തെ നിയന്ത്രിച്ച് പൂരക, കുംഭക, രേചക ക്രിയയിലൂടെ മൂക്കിലൂടെ കടത്തിവിടുന്നു. നാഡീശുദ്ധി, ഭ്രമരി, കപാലപാതിയൊക്കെ ഇതിനുദാഹരണങ്ങളാണ്. നമ്മുടെ ശ്വസനം ഉൾപ്പെടെയുള്ള ആന്തരിക അവയവ പ്രവർത്തനങ്ങൾ അനൈച്ഛികമായാണ് നടക്കുന്നത്. അത് നമ്മുടെ നാഡീവ്യവസ്ഥയുടെ ഭാഗമായ തലച്ചോറും സുഷ്മനയുമൊക്കെ നിയന്ത്രിക്കുന്നു. യോഗശാസ്ത്രപ്രകാരം ഇതിനെ നിയന്ത്രിക്കുന്നത് ഉപബോധ മനസ്സാണ്. പ്രാണായാമം വഴി ശ്വാസ നിയന്ത്രണം കരസ്ഥമാക്കിയാൽ ക്രമേണ നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനവും താളവും നിയന്ത്രിക്കാം. അതുവഴി ചിന്തകളെയും നിയന്ത്രിക്കാൻ കഴിയും. ഇപ്രകാരം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മദ്യം, പുകവലി, MDMA പോലുള്ള സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ പ്രചോദനത്തിൽ നിന്നും നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് നമ്മുടെ സമൂഹത്തെ രക്ഷിച്ച് എടുക്കുവാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ യോഗ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.